നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരവുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോയിൽ വിമർശനാത്മക പരാമർശം നടത്തിയ കേസിൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രമുഖ RSS ചിന്തകനും സംഘപരിവാർ സഹയാത്രികനുമായ TG മോഹൻദാസിന് വഞ്ചൂർ കോടതി ജാമ്യം അനുവദിച്ചു. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ കൃത്യമായ നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധിച്ച ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിന്റെ ഇടപെടലാണ് കേസിൽ നിർണായകമായത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് ശാസ്തമംഗലം അജിത്ത് വാദങ്ങൾ അവതരിപ്പിച്ചത്. TG മോഹൻദാസിനെ ജയിലിലടച്ച് മുൻതൂക്കം നേടാൻ കാത്തിരുന്ന പോലീസ് പ്രോസിക്യൂഷനും കോടതി തീരുമാനം വൻ തിരിച്ചടിയായി. റിമാൻഡ് ചെയ്യാനും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുമുള്ള ഗുരുതര കുറ്റങ്ങളൊന്നും TG ചെയ്തിട്ടില്ലെന്ന് അജിത്ത് വാദിച്ചു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അറിയിച്ചു. ഇത് കോടതിയും അംഗീകരിച്ചു. കൊച്ചിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിച്ച TG മോഹൻദാസിനെ റിമാൻഡ് ചെയ്യാനായിരുന്നു പോലീസ് ശക്തമായി ശ്രമിച്ചത്. എന്നാൽ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്ത് തന്നെ നേരിട്ട് ഹാജരായി വാദിച്ചത് പോലീസിന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിച്ചു. വീഡിയോയിലെ പരാമർശങ്ങൾ രാഷ്ട്രീയ വിമർശനവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതുമാണെന്നും അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ പ്രതികാര ബുദ്ധി മാത്രമാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ വ്യക്തമായ ഉത്തരം നൽകാനായില്ല. ഉപാധികളോടുകൂടിയാണ് ജാമ്യം. പോലീസുമായി അന്വേഷണത്തിൽ സഹകരിക്കണം. സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്നും വ്യവസ്ഥയുണ്ട്. 3 ദിവസം പോലീസിനോട് ചോദ്യം ചെയ്യലിനെ സഹകരിക്കണമെന്നാണ് ആവശ്യം. അതിനിടെ മോഹൻദാസിനെ റിമാൻഡ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ വഞ്ചൂർ കോടതി വളപ്പിൽ കരിങ്കൊടിയും പ്ലക്കാർഡുകളുമായി SFI ഇടതുപക്ഷ സംഘടനകൾ വൻ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ കോടതി ജാമ്യം അനുവദിച്ച വാർത്ത പുറത്തു വന്നതോടുകൂടി പ്രതിഷേധവുമായി എത്തിയവർ കടുത്ത നിരാശയിലായി. കേസിൽ പോലീസിന്റെ ധൃതി പിടിച്ചുള്ള അറസ്റ്റ് നടപടിയെയും വീഴ്ചകളെയും പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ ചോദ്യം ചെയ്തു. 11 ദിവസമായി അന്വേഷണം നടന്നിട്ടും മുൻകൂർ നോട്ടീസ് നൽകുക പോലും ചെയ്യാതെ നടത്തിയ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന വാദമാണ് TG മോഹൻദാസിന് വേണ്ടി ഉയർത്തിയത്. ഉപാധികളോടെയാണെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കകം തന്നെ മോഹൻദാസിന് ജാമ്യം ലഭിച്ചത് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ലഭിച്ച തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. BJP നേതാക്കൾ TGക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഉപാധികളോടുകൂടിയാണ് തിരുവനന്തപുരം ACJM കോടതി ജാമ്യം അനുവദിച്ചത്. TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട പ്രോസിക്യൂഷന്റെ വാദം തള്ളിയാണ് കോടതി നടപടി. തെളിവ് ശേഖരണത്തിന് കസ്റ്റഡി അനിവാര്യമാണെന്നും മോഹൻദാസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ വാദം തെറ്റെന്നായിരുന്നു മോഹൻദാസിന്റെ അഭിഭാഷകൻ വാദിച്ചത്. പോലീസ് വീട്ടിലെത്തിയാണ് ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തതെന്നും മോഹൻദാസ് കോടതിയെ അറിയിച്ചു. കസ്റ്റഡി അപേക്ഷ നൽകാതെ പ്രതിയെ എങ്ങനെ കസ്റ്റഡിയിൽ ചോദിക്കുമെന്നും പ്രതിഭാഗം വാദിച്ചു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് കേസിൽ കസ്റ്റഡിയിലായ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യൽ, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ ശ്രമിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ പെരുമാറൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്.